ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കിരൺ രാവിലെ എഴുന്നേറ്റ് കല്യാണി കല്യാണി എന്ന് വിളിച്ചുകൊണ്ട് ഉറക്കമാണ് കേട്ടോ. അത് കേട്ട് കാദംബരി വന്ന് ചോദിക്കുക, കല്യാണി ഇവിടെ ഇല്ലല്ലോ, എന്തു പറ്റി കിരൺ സാർ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് കിരൺ പറയുന്നത്, ഞാനത് പെട്ടെന്ന് വിട്ടുപോയി, എന്ന് രാവിലെ അവളെ വിളിച്ച് എഴുന്നേറ്റ് വരുന്നതുകൊണ്ട് അതൊന്ന് വിട്ടുപോയി എന്ന് പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ കിരൺ പറയുവാണ് ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ, പാർട്ടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് താര ആൻറ്റീനെ ബോധമില്ലാതെ കണ്ടത് എന്നൊക്കെ പറയുമ്പോൾ കാദംബരി ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തതായിരിക്കും അല്ലേ എന്ന് ചോദിക്കുമ്പോൾ കിരൺ പറയുന്നുണ്ട്, അതെ, പക്ഷേ ആൻറ്റിക്ക് ബോധം തെളിഞ്ഞിട്ടില്ല, അതുകൊണ്ടൊന്നും ഇപ്പോൾ അറിയത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ കല്യാണിക്ക് ഒരു കോള് വരുവാണ് ഡൽഹിയിൽ. കോള് വന്നിട്ട് ആ പുതിയ കൺസ്ട്രക്ഷൻ കമ്പനി, നമ്മുടെ കാർത്തിക ഏറ്റെടുക്കാനിരുന്ന കൺസ്ട്രക്ഷൻ കമ്പനി, ആ കമ്പനിയുടെ ലേലത്തെ പറ്റി ആരോ വിളിച്ച് പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും കല്യാണി കിരണെ വിളിച്ചിട്ട് പറയുകയാണ്, കിരണേട്ടാ ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് ഈ കാര്യം പറയുവാണ്. ഇതും കൂടെ നമ്മുടെ കമ്പനിയായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലതല്ലേ എന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ. അപ്പോൾ കിരൺ ഇങ്ങനെ തിരിച്ച് കളിയാക്കി പറയുന്നുണ്ട്, നിനക്കിപ്പോഴും ബിസിനസ്സിൻ്റെ കാര്യമാണോ ചിന്ത, ഇവിടെ വന്നിട്ട് എന്നെക്കുറിച്ച് ഓർമ്മയൊന്നും ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ്. അത് കഴിഞ്ഞ് അവർ കുറച്ച് നേരം സംസാരിച്ച് കഴിയുമ്പോൾ കിരൺ നമ്മുടെ താര ആൻറ്റിക്ക് പറ്റിയ കാര്യങ്ങളൊക്കെ പറയുവാണ്. ഇതൊക്കെ കേൾക്കുന്ന കല്യാണി ആകെ ഞെട്ടിയിരിക്കുവാണ് കേട്ടോ. അതിന് കിരൺ പറയുന്നുണ്ട്, ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം, നീ അവരുടെ കോൺടാക്ട് നമ്പർ ഇങ്ങ് നോക്കട്ടെ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് താരയെ അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിലെ ഡോക്ടറിനെയാണ്. ഡോക്ടർ CS-നോടും കിരണോടും പറയുന്നുണ്ട്, അവരുടെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു, തലയ്ക്ക് അടി കിട്ടിയിട്ടാണ്, പക്ഷേ ബ്ലഡ് വന്നിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇതവിടെ എല്ലാം ക്ലോട്ടായി, എവിടെയൊക്കെ ക്ഷതം വന്നിട്ടുണ്ട്, മാറാൻ എന്തായാലും കുറച്ച് കാലം എടുക്കും എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന കിരണും CS-ഉം ആകെ അടി കിട്ടിയ പോലെ നിൽക്കുവാണ്. ആ സമയത്ത് ഡോക്ടർ പറയുകയാണ്, രാവിലെ ഒരു 11 മണിയോടുകൂടിയാണ് തലയ്ക്ക് എന്തായാലും അടി കിട്ടിയേക്കുന്നത്, രാത്രി 1 മണിക്കല്ലേ ഇവിടെ എത്തിച്ചേക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഡോക്ടറിനോട് CS ചോദിക്കുന്നുണ്ട്, അപ്പോൾ ആരെങ്കിലും മനഃപൂർവ്വം അടിച്ച് വീഴ്ത്തിയതാവാനല്ലേ സാധ്യത എന്ന് പറയുമ്പോൾ, അതാവാനാണ് സാധ്യത, അല്ലെങ്കിൽ പിന്നെ അപ്പം തന്നെ കൊണ്ടുവരുമായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് അവർ രണ്ടും താരേനെ കയറി കാണുന്നുണ്ട്. താരേനെ വിളിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും താര റെസ്പോണ്ട് ചെയ്യുന്നില്ല കേട്ടോ. അത് കഴിയുമ്പോഴേക്കും CS-നും കിരണും ആകെ വിഷമമാവുകയാണ്. കഴിഞ്ഞ് കിരൺ പറയുന്നുണ്ട്, അച്ഛാ ഇന്ന് 10 മണിക്ക് ആ ലേലം, ഞാൻ പൊക്കോട്ടെ എന്നൊക്കെ ചോദിച്ച് കിരൺ ഇറങ്ങുവാണ്. അപ്പോഴത്തേക്ക് CS പറയുന്നുണ്ട്, മോനെ ഞാൻ പ്രാർത്ഥിച്ചേക്കാം, എന്തായാലും നല്ലൊരു തീരുമാനമാണ്, ആ കമ്പനിയുടെ നിങ്ങളുടെ കൂടെ തന്നെ ലയിക്കട്ടെ, കമ്പനിയുടെ കൂടെ തന്നെ ലയിക്കട്ടെ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ലേലത്തിൻ്റെ ഓരോ ആൾക്കാരുടെ ലേലം വിളിച്ചേക്കുന്ന എമൗണ്ട് പറയുവാണ് കേട്ടോ. അങ്ങനെ കിരൺ 3.5 കോടി പറഞ്ഞു. അങ്ങനെ കിരൺ കിട്ടും എന്നുറപ്പിച്ചിരുന്ന സമയത്ത് കാർത്തിക ഫുഡ്സിൻ്റെ 4 കോടി വിളിക്കുവാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും കിരൺ ആകെ ഒരു വിഷമാവുകയാണ്. ആ സമയത്താണ് നമ്മുടെ കാർത്തിക വരുന്നത്. കാർത്തിക നമ്മുടെ രാജകുമാരനും കൂടെ കയറി വരുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വിക്രം കിരണെ കളിയാക്കുവാണ്, എപ്പോഴും നിങ്ങൾ മാത്രം ജയിക്കുമെന്ന് ഓർക്കണ്ട എന്നൊക്കെ പറഞ്ഞ് കുറേ കുത്തുവാണ്. അവസാനം ദേഷ്യം വന്ന് കിരൺ നമ്മുടെ വിക്രത്തിൻ്റെ ഷർട്ടേ കയറി പിടിക്കുവാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, ലേലാകുമ്പോൾ ആൾക്കാർ ജയിക്കുകയും തോക്കുകയൊക്കെ ചെയ്യും, എന്ന് വെച്ചാൽ മെക്കിട്ട് കയറാൻ വന്നേക്കരുതെന്ന് പറയുവാണ്. ഇതൊക്കെ കാണുമ്പോൾ കാർത്തികയ്ക്ക് വിഷമം വരുന്നുണ്ടെങ്കിലും കിരണിന് ഫേവറായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. പോരാത്തതിന് കിരണിനെതിരെയും പറയുവാണ്. വിക്രത്തിനോട് പറയുകയാണ്, ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറയുമ്പോൾ വിക്രം പറയും, ഞാൻ പുറത്ത് പോയി കൊടുത്തോളാം എന്ന് പറഞ്ഞ് പിന്നെയും ചെല്ലുവാണ് കേട്ടോ പുറകെ നമ്മുടെ കിരണ്ടെ. അങ്ങനെ കിരൺ ഓരോന്ന് 1, 2 ഒക്കെ പറഞ്ഞ് ചൊറിയാണ്. കിരൺ അപ്പോഴൊക്കെ മിണ്ടാതിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഹരിസാർ പറയുന്നുണ്ട്, ഒന്ന് പോടെ ചേർക്കുക, തരത്തിൽ പോയി കളിക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വിക്രം പറയുന്നുണ്ട്, അതിന് ഞങ്ങളുടെ ഗ്രാഫൊക്കെ മാറി എന്നിങ്ങനെ പറയുമ്പോഴേക്കും കാർത്തിക് അങ്ങ് വരുമ്പോഴത്തേക്കും കിരൺ പറയാം, ഗ്രാഫ് മാറിയത് നിങ്ങളുടെ അല്ല, ദേ ഇവരുടെയാ എന്ന് പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കാർത്തികയും കിരണിനെതിരെ കുറേ കാര്യങ്ങളൊക്കെ പറയുവാണ്. എന്നിട്ട് കിരൺ അങ്ങ് പോകുന്ന സമയത്ത് കാർത്തിക മനസ്സിൽ ചിന്തിക്കുക, ഇങ്ങനൊരു കഴുത, ഇവനെ ഇത്രയും നല്ലൊരു അളിയനെ കിട്ടിയിട്ട് അവനത് മനസ്സിലായില്ല, കിരൺ പാവമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ പണ്ടേക്ക് പണ്ട് ഇവനെയൊക്കെ കുഴിച്ചു മൂടിയേനെയും എന്നിങ്ങനെ ചിന്തിക്കുക. എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട്, എന്തായാലും കിരണിൻ്റെ മുമ്പിൽ നിൻ്റെ തല കുനിയാൻ ഒത്തിരി നാളൊന്നും വേണ്ട എന്നൊക്കെ. ആ സമയത്ത് വിക്രം പറയാം, നമുക്ക് കമ്പനിയിലോട്ട് പോകണ്ടേ, അച്ഛൻ അവിടെ വെയിറ്റ് ചെയ്യുമായിരിക്കും എന്ന് പറയുമ്പോൾ കാർത്തിക ചോദിക്കുന്നുണ്ട്, നീ നോക്കി നടത്തുന്ന കമ്പനി ആയതുകൊണ്ട് നിനക്ക് കാണാൻ ആഗ്രഹമായിരിക്കും അല്ലേ, അതിനെന്താ പോവാമല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.